അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഇതുപോലുള്ള ഹൈഫൈ സിസ്റ്റങ്ങളിലൊക്കെ ഇതേ രീതിയിലായിരിക്കില്ല ചില ബോർഡുകൾ. ഇത് നമുക്ക് ഈ പ്രിൻ്റ് സെക്ഷൻ നമുക്ക് ഈ ഒരു സൈഡിലായത് കാരണം നമുക്കിതിൽ 5 വോൾട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ ഈസിയാണ്. ബാക്കിൽ കൊടുത്തു. ഇനി നമുക്ക് ഈ ഓരോ ലെഗാണ് നമുക്ക് കൊടുക്കുന്ന ഓരോന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് അത്രയും കാണിക്കണം നോക്കാം. ഇപ്പോൾ നമുക്ക് -0.21 കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 6.63 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമുക്കിവിടെ സ്റ്റാൻഡ് ബൈ ഇവിടെ ഈ ഭാഗത്തുനിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാനലിലേക്കുള്ള വോൾട്ട് കാര്യങ്ങളൊക്കെ ടോപ്പായിരിക്കും. നമ്മൾ കുറച്ച് ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്കൊരു പക്ഷേ അവിടെ ഓൺ ആക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ ഓൺ ആകും. അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡ് ബൈ റിലീസ് ആകുമ്പോഴും അത് ഓൺ ആകുക. കണ്ടോ, അതാണ് നെക്സ്റ്റ് നമസ്കാരം. ആൾറൗണ്ട് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് ഒരു സോണി ഹൈഫൈ സിസ്റ്റമാണ്, അതുപോലെ തന്നെ ഒരു ടൊയോട്ടോ കാർ സ്റ്റീരിയോ ആണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് നമ്മൾ പവർ സപ്ലൈ കംപ്ലൈൻറ്റ് തീർത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ നമ്മളിതിൻ്റെ മുമ്പ് നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇതിൽ നമ്മൾ ഒരു USB ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ ഇതും നമുക്ക് ഒരു USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിൽ നമുക്ക് വരുന്നത് STK4181 എന്നുള്ള ഒരു STK IC ആണ് വരുന്നത്. മേ ബി ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് നിങ്ങൾ ഇതിൻ്റെ പഴയ കാലത്ത് 2005 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. STK4181 പ്രത്യേകിച്ച് ഒറിജിനൽ IC ആണ്. STK ഒറിജിനൽ സോണിയുടെ IC ആണ്. ഇത് നമുക്ക് TDA7294 ആണ് ഇതിൻ്റെ IC വരുന്നത്. ഇതും ഒറിജിനൽ IC ആണ്. ഇപ്പോഴൊക്കെ നമുക്ക് TDA7294 ഒക്കെ നമുക്ക് കോപ്പിയാണ് വാങ്ങിക്കാൻ കിട്ടുക. അതിൻ്റെ ഇതിൻ്റെ പെർഫോമൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇതിൽ ഞാൻ USB ബ്ലൂടൂത്ത് അതുപോലെ തന്നെ FM ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഇത് ഓൾറെഡി CD കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇത് നമുക്ക് ഓഡിയോ CD ആണ് വർക്കാവുള്ളൂ. ഇതും നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളമാണെന്നുള്ള നമ്മൾ USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കിതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കാസറ്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ഒരു സൈഡ് വർക്കിംഗ് അല്ല, ഒരു സൈഡാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ CD നമുക്കിതിൽ ഓഡിയോ CD ആണ് വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2005 മോഡൽ വരുന്നത്. ഇതിൽ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കിംഗ് ആണ്. എന്തായാലും റിമോട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു രീതിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ മാത്രമല്ല, അതുപോലെ തന്നെ ഒരു ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്, ഒരു FM ആൻറ്റിന സോക്കറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആമിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. വേറെ ഒന്നും നമുക്ക് ഇതിൻ്റെ ബാക്കിൽ. അതുപോലെ തന്നെ നമുക്കത് വോൾട്ടേജ് സെലക്ട് ചെയ്യാൻ 230 വോൾട്ടുക്കും അതുപോലെ തന്നെ 110 വോൾട്ടുക്കൊക്കെ കൊടുക്കാനൊരു സെലക്ടർ സ്വിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അന്നത്തെ സമയത്ത് 2005, 2003, 2010 വരെയൊക്കെയുള്ള ഒരുവിധം ഹൈഫൈ സോണി സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള STK ആണ് 4181. അപ്പോൾ അതിൻ്റെ ബേസും അതിൻ്റെ ഒരു ക്വാളിറ്റിയും വേറെ ലെവലാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും. ഞാൻ വർക്ക് റൂമിലാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്നുള്ള സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന USB മൊഡ്യൂള് ഈ ഒരു മൊഡ്യൂളാണ്. ഇത് നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന USB മൊഡ്യൂളാണ്. ഇത് ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ഞാൻ കൂടുതലും നമ്മൾ ഇതിൻ്റെ മുന്നത്തേക്ക് നമ്മളെ വീഡിയോസിൽ നമ്മൾ ഹൈഫൈ സിസ്റ്റങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് പകാരിയുടെയാണ്. ഇത് നമുക്ക് വരുന്നത് സാധാ നോർമൽ മാർക്കറ്റിലൊക്കെ ഒരു 150 റേഞ്ചിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന USB മൊഡ്യൂളാണ്. പകാരിയുടെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നില്ല. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് 10 5 ഒന്നിച്ചിട്ട് ഓർഡർ ചെയ്യാറാണ്. കാർ സ്റ്റീരിയോ ആണ്. ഇതിൽ നമുക്ക് FM അതുപോലെ തന്നെ ഓഡിയോ CD ആണിത്. MP3 ഒന്നും വർക്കാവില്ല, അതുപോലെ തന്നെ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ഇതും നമുക്കൊന്ന് സ്മാർട്ടാക്കണം. ഇതിലും USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം, ഇതിലും ഇൻസ്റ്റാൾ ചെയ്യണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് സോണിയാണ്. ഇത് ഞാൻ പറഞ്ഞായിരുന്നു, സോണിയുടെ 2005 മോഡലാണ് വരുന്നത്. FHG70 ഒക്കെയാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഇതിൽ നമുക്ക് ഓഡിയോ CD മാത്രമുള്ളതിൽ വർക്ക് ചെയ്യുക. MP3 VCD കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കാസറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. FM ഒക്കെ നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. അങ്ങനെയാണെങ്കിലുള്ളൂ നമ്മളത് ചെയ്യാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആംപ്ലിഫയർ സെക്ഷന് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എല്ലാം സ്വിച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ നോബുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്ന USB മൊഡ്യൂൾ ഞാൻ പറഞ്ഞിരുന്നു ഇതാണ്. ഇത് നമുക്ക് ഏറ്റവും നല്ലത് പകാരിയുടെ വാങ്ങിക്കാവും നല്ലത്. ഇതൊരു ഓഡിയോ ക്വാളിറ്റി അത്രയ്ക്ക് അങ്ങോട്ട്
പോരാ. അപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു USB മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുക എന്നുള്ളത്, ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ എടുക്കുക എന്നുള്ളതൊക്കെ നോക്കണം. മിക്കവാറും ഈ ഒരു CD ഈ ഭാഗത്തായിരിക്കും പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിലത് ഞാൻ ഈ ഒരു സൈഡിലൊക്കെയാണ് പ്ലേസ് ചെയ്യാറ്. അപ്പോൾ ഇത് നമുക്ക് നോക്കണം എവിടെയാണ് എന്നുള്ളത്. ഇത് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിലാണൊക്കെ നോക്കിയതിന് ശേഷം എത്രത്തോളം ഈ ഭാഗത്ത് തന്നെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടിയും ഒരു നീറ്റായിട്ട് പ്ലേസ് ചെയ്യുക. ചിലത് ഞാൻ ഈ ഒരു ഭാഗത്താണ് പ്ലേസ് ചെയ്യുക, അതായത് ഇതിൻ്റെ ഡോറ് ഓപ്പൺ ആകുന്ന ഭാഗത്ത് പ്ലേസ് ചെയ്യാറാണ് പതിവ്. അല്ലെങ്കിൽ നമ്മൾ സൈഡിൽ വെക്കും. അപ്പോൾ ഇതാണ് ഒരെണ്ണം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു രീതിയാണ് വരുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഈ രീതിയാണ് വരുന്നത്. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതിലാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതും കുറച്ച് ഓൾഡ് മോഡലാണ്. ഇതിലും നമുക്ക് പിന്നെ MP3 അതുപോലെ തന്നെ ഓഡിയോ CD വർക്കുള്ള VCD ഇല്ലാത്തതാണ്. ഇതിൻ്റെ ഫംഗ്ഷന് കാര്യങ്ങൾ FM ആംപ്ലിഫയർ കാര്യങ്ങളൊക്കെ സെക്ഷനൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ USB മൊഡ്യൂൾ നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടുന്ന് നമ്മൾ അതിൻ്റെ കണക്ഷന് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം USB മൊഡ്യൂൾ വണ്ടിയിൽ തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് വീഡിയോയിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ സെറ്റിൻ്റെ കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ സെറ്റിൻ്റെ അകത്തുള്ള ബോർഡ്, ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു STK വരുന്നത് 4182 STK വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണണ്ടോയെന്ന് അറിയില്ല, അത് ക്യാമറ സൂം ചെയ്താലേ കാണണ്ടാവുള്ളൂ. അത് നോക്കിയാൽ മനസ്സിലാവും. 4182 ആണ് അതിൻ്റെ STK വരുന്നത്. ഒറിജിനൽ STK ആണ്. ഇത് സർവീസിങ്ങോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞതായിട്ടുള്ളതല്ല. ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ വയറ് അതുപോലെ തന്നെ ഇതിൻ്റെ ടാഗ് കൊടുത്തതൊക്കെ കാണുമ്പോൾ നമുക്കത് എന്തായാലും ഇതിൻ്റെ മുമ്പ് ഒരു സർവീസർ ആരും ഓപ്പൺ ചെയ്തതായിട്ടുള്ള കാണാനില്ല. ഇത് ഞാൻ പവർ സപ്ലൈ സെക്ഷനിൽ നമുക്കത് കംപ്ലയിൻറ്റ് കാരണം ഫ്യൂസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് USB മൊഡ്യൂൾക്കുള്ള 5 വോൾട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ ഏത് രീതിയിലാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഇതുപോലുള്ള IFI സിസ്റ്റങ്ങളിലൊക്കെ ഇതേ രീതിയിലായിരിക്കില്ല ചില ബോർഡുകൾ. ഇത് നമുക്ക് ഈ പ്രിൻ്റ് സെക്ഷൻ നമുക്ക് ഈ ഒരു സൈഡിലായത് കാരണം നമുക്കിതിൽ 5 വോൾട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ ഈസിയാണ്. സാധാരണ ചില സെറ്റുകളിലൊക്കെ IFI സിസ്റ്റങ്ങൾക്ക് JVC അതുപോലെ തന്നെ ക്യാൻവുഡ് ഇങ്ങനെയുള്ള ചില സെറ്റുകളിലൊക്കെ ഈ ഒരു പ്രിൻ്റർ സെക്ഷൻ വരിക ചിലപ്പോൾ താഴത്തേക്ക് കാരണം. ആ താഴത്ത് വരികയാണെങ്കിൽ സാധാരണ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോമർ സെക്ഷനിൽ ഞാൻ പിന്നെ ഒരു 7805 റെഗുലേറ്റർ IC വെച്ചിട്ടായിരിക്കും ചിലത് വെക്കുക. അത് നമുക്ക് പ്രിൻ്റ് ബോർഡ് ഇതുപോലെ ഈ സൈഡിലായിരിക്കും വരിക. അപ്പോൾ നമുക്കത് ബോർഡൊക്കെ എടുത്തിട്ട് അതിന് പിന്നെ വോൾട്ട് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഇതുപോലുള്ള കേബിൾ കാര്യങ്ങളൊക്കെ വർഷങ്ങളോളം ഇങ്ങനെ വെച്ചത് കാരണം നമുക്കത് പിന്നെ റിമൂവ് ചെയ്ത് ഇടുന്ന സമയത്ത് അത് കട്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കത് യൂസ്ഫുള്ളാകാൻ കഴിയില്ല. കാരണം ഇതുമൊക്കെ നമ്മൾ കൂടുതൽ നേരം ഹാർഡ് വർക്ക് ചെയ്തിട്ട് സക്സസ് ആയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കൂടുതൽ നേരം നമ്മൾ ഈ ബോർഡൊക്കെ പുറത്തെടുത്തൊക്കെ ചെയ്യുമ്പോൾ ചില ക്യാൻവുഡിലൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ 7805 റെഗുലേറ്റർ IC വെക്കും. അതുപോലെ തന്നെ ഓക്സി നമ്മൾ കണക്ട് ചെയ്യുക, ഇത് പിന്ന് കൊടുത്തിട്ടൊക്കെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ 5 വോൾട്ട് ഏത് രീതിയിലാണെന്നുള്ള നമുക്കൊന്ന് ട്രൈസ് ചെയ്യണം. അതിൻ്റെ മുമ്പ് ഞാനിതൊന്ന് പവർ കൊടുത്തിട്ട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാൻഡ് ബൈയിലെ ടൈമിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ പവർ ഓൺ ചെയ്തു. പവർ ഓൺ ചെയ്തപ്പോൾ ഇവിടെ ഓക്സിലാണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ CD ആണ് സോഴ്സ് ഉള്ളത്. അപ്പോൾ CD എജക്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. CD കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓഡിയോ CD ആണ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ട്യൂണർ കൊടുത്തു. FM ആണ് ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ ഞാൻ മിക്കതിലും നമ്മൾ 5 വോൾട്ട് എടുക്കാറുള്ളത് നമ്മൾ ഫ്രണ്ട് പാനലിലേക്കുള്ള സ്ട്രാപ്പിൽ നിന്നായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് ബൈ മോഡിലാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ USB മൊഡ്യൂൾ ഓഫാകും. നമുക്ക് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുമ്പോൾ മാത്രമുള്ള ഓണാകുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് നിറയെ 5 വോൾട്ടുകൾ വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാലും സംഭവം വർക്കാവും. പക്ഷേ നമുക്കിത് സ്റ്റാൻഡ് ബൈ മോഡാകുമ്പോൾ അവിടെ USB മൊഡ്യൂൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ റണ്ണായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലതിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഫ്രണ്ട് പാനലിലേക്ക് എന്തായാലും 5 വോൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ സെറ്റ് ഇവിടെ ഓണായിട്ടാണ് കിടക്കുന്നത്. പവർ ഓണാണ്, FM-ലാണുള്ളത്. മീറ്റർ നിങ്ങൾക്ക് കാണണ്ടെന്നറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് നമ്മൾ ഈ ഭാഗത്ത് എവിടെയെന്ന് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കണ്ടിന്യൂറ്റി മോഡിലിടുക. കണ്ടിന്യൂറ്റി മോഡിലിട്ടതിന് ശേഷം ഈ ഒരു ബോഡിയിൽ നമ്മൾ ഒരു പ്രോബ് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ നോക്കുക. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് കോമൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് എവിടേക്കാണ് വരുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് ഗ്രൗണ്ടാണ്. 20 വോൾട്ടിലിട്ടതിൽ ഞാനിവിടെ ബ്ലാക്കിൽ കൊടുത്തു. ഇനി നമുക്ക് ഈ ഓരോ ലെഗുകൾ നമ്മൾ ഇവിടുന്ന് ഓരോന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് എത്ര കാണിക്കണം നോക്കാം. ഇപ്പോൾ നമുക്ക് -7.21 കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 6.63 കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 4.96 കാണിക്കുന്നുണ്ട്. ഇതിൽ കൊടുത്താലും സംഭവം വർക്കാവും. പക്ഷെ നമുക്ക് 5 വോൾട്ട് തന്നെ വരണം. ഇതിൽ 4.96, ഇതിൽ 5.13, ഇതിൽ 4.97. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു 4.98 കാണിക്കുന്നുണ്ട്. ഇത് നമുക്കിവിടെ കൊടുത്താലും ഈ 4.98 കാണിക്കാൻ അതിന് കോമൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ 4.96-98 സ്റ്റേബിളാണ്. ഒരു 5 വോൾട്ട് നമുക്ക് അതിന് എന്തായാലും എടുക്കുക. അപ്പോൾ ഞാൻ പോസിറ്റീവ് എടുക്കാൻ പോകുന്നത് ഈ ഒരു 1, 2, 3, 4ാമത്തെ ലെഗിൽ നിന്നാണ്. ഇനി നമുക്ക് ഈ ഒരു ട്രാക്ക് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് നോക്കിയിട്ട് ഈ ഭാഗത്തു നിന്നാണെങ്കിൽ ഇതിന്ന് വേണമെങ്കിൽ നമുക്ക് സോൾഡർ ചെയ്യാം. കോമൺ എന്തായാലും ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്തതിന് ശേഷം ബാക്കി നോക്കാം. ഇപ്പോഴും സെറ്റ് ഓണിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സെറ്റ് പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. അപ്പോൾ നമുക്കിനി സോൾഡറിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു പോയിൻ്റ് ഇവിടുന്ന് എടുക്കുന്നത് ഗ്രൗണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്നാണ് 4ാമത്തെ പിന്നിലാണ് പോസിറ്റീവ്. സോൾഡർ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഞാൻ വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കണ്ടോ ഇവിടുന്ന് താഴത്തേക്ക് അതിൻ്റെ ലെഡ് വീണിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടാണൊക്കെ നല്ല രീതിയിൽ നോക്കണം. നമുക്കത് ഉദ്ദേശം വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മതി. നമ്മൾ ഫസ്റ്റ് പോസിറ്റീവാണ് ഇവിടെ കൊടുക്കുന്നത്. സോൾഡർ ചെയ്യുന്ന സമയത്ത് ലെഗുകൾ പരസ്പരം ഷോർട്ടാകുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ USB മൊഡ്യൂളല്ല പോവുക. ഇതിൽ പ്രോഗ്രാം AC കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ സോൾഡർ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ട്രാക്കുകൾ പരസ്പരം ഷോർട്ടാകരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള സോണി, പൈനിയർ, പിന്നെ ക്യാൻവുഡ് ഇങ്ങനെയുള്ള സെറ്റിലൊക്കെ ഈ പ്രിൻ്റർ ബോർഡിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഷോർട്ടായി കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാകുക സെനർ ഡയോഡാവും. അത് ഷോർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോർഡ് പുറത്തെടുത്തിട്ട് വേണം ആ സെനർ ഡയോഡ് റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് പരസ്പരം ഷോർട്ടല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം പവർ ഓൺ ചെയ്യുക. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ 2 വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വൈറ്റ് വരുന്നത് പോസിറ്റീവ്, ബ്ലാക്ക് വരുന്നത് ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് പവർ ഓൺ ചെയ്തിട്ട് USB മൊഡ്യൂളൊന്ന് കൊടുത്തിട്ട് ഓണാകുന്നുണ്ടോ നോക്കാം. അതുപോലെ തന്നെ ബോർഡിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ടാണ് നല്ലോണം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ചെറിയൊരു ലെഡിൻ്റെ പീസ് വീണാൽ മതി ഷോർട്ടാവാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് വൈറ്റ്
പോസിറ്റീവിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമുക്ക് 5 വോൾട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ USB മൊഡ്യൂൾ അവിടെ വർക്കാവും. പോസിറ്റീവും നെഗറ്റീവും ഒരിക്കലും മാറിയത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നമുക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കാറില്ല. പക്ഷേ USB മൊഡ്യൂളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് മില്ലി സെക്കൻഡ് ഒന്നും വേണ്ട, കൊടുക്കണോട് കൂടിയിട്ട് അത് അടിച്ചു പോകും. പിന്നെ നമുക്ക് USB മൊഡ്യൂൾ ഡെഡ് ആവും. അപ്പോൾ നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി നല്ല രീതിയിൽ നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സെറ്റിൻ്റെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റാൻഡ് ബൈ ഓൺ ആക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്കിവിടെ സ്റ്റാൻഡ് ബൈ ഇവിടെ ഈ ഭാഗത്തുനിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാനലിലേക്കുള്ള വോൾട്ട് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായിരിക്കും. എമർജി ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്കൊരു പക്ഷേ അവിടെ ഓൺ ആക്കുന്നതോട് കൂടിയിട്ട് നമുക്കിത് ഇവിടെ ഓൺ ആകും. അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡ് ബൈ റിലീസ് ആകുമ്പോഴുള്ള അത് ഓൺ ആകുക കണ്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തപ്പോൾ നമുക്കിവിടെ USB മൊഡ്യൂൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ USB മൊഡ്യൂളിൻ്റെ ഇപ്പോൾ ബ്ലൂടൂത്ത് മോഡിലാണ് കിടക്കുന്നത്. USB മൊഡ്യൂളിൻ്റെ പവർ കൊടുക്കുന്ന സെക്ഷൻ നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി USB മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ നമ്മൾ ഏത് രീതിയിലാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓഫാക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇൻകേസ് സോണി ഒരുവിധം ബ്രാൻഡഡ് സിസ്റ്റങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു വേരിയൻറ്റ് ഷോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റ് മോഡിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് ഓണാകാതെ വരും. അല്ലാന്നുണ്ടെങ്കിൽ സാനിറ്ററി ഡയോഡ് ഷോർട്ടാവും. പിന്നെ നമുക്ക് ബോർഡ് പുറംതിരിച്ചിട്ട് വേണം അത് ക്ലിയർ ചെയ്യാൻ. അപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ ഓക്കെ ആണോ എന്ന് കരുതിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷെല്ലോ ടാപ്പ് ഒന്ന് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് കൊടുക്കുക. കാരണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി രണ്ടാമത് എടുക്കും പൊന്തിക്കും ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ സോൾഡറിങ് കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒരു ഷെല്ലോ ടാപ്പ് ഒരു സേഫ്റ്റിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളിതിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന സമയത്ത് ഇവിടെ കട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മളത് രണ്ടാമത് സോൾഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നപ്പോൾ നമ്മൾ 5 വോൾട്ട് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് USB മൊഡ്യൂൾക്കുള്ളത്. ഇത് ഞാൻ എന്താണെന്നറിയോ, ഇത് നമ്മളുടെ വീഡിയോ കാണുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതിനെന്താ ഈ രീതിയിൽ കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും പെട്ടെന്ന് കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇതൊക്കെ നമ്മൾ ഒരിക്കലും ഇതുപോലുള്ള കേബിൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഒന്നുമില്ലെങ്കിൽ ഷീൽഡ് വയറിന് ഉപയോഗിക്കണം. ഞാൻ ഇതിൻ്റെ മുന്നേക്കെ ചെയ്ത സെറ്റിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് നമ്മൾ കൂടുതലും എഫേർട്ട് എടുക്കാതെ പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ റേറ്റ് കസ്റ്റമറോട് പറഞ്ഞിട്ടുള്ളതും ആ രീതിയിൽ തന്നെയാണ്. നമ്മൾ സാധാരണ ഇത് വീഡിയോ കാണുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഈ രീതിയിൽ എന്താ കൊടുക്കുന്നത്. നമ്മളെ മുന്നത്തൊക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ കേബിളിന് പകരമൊക്കെ ഞാൻ ഷീൽഡ് വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷനിലേക്കൊക്കെ ഞാൻ ഈ സോക്കറ്റൊക്കെ ഒഴിവാക്കിയിട്ട് സോൾഡർ ചെയ്യുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതാണ് ഞാൻ പറയണത്. അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓക്സ് ഇൻപുട്ടിൽ നിന്ന് നമ്മൾ 2 കേബിൾ സോൾഡർ ചെയ്യാണ്. അപ്പോൾ അത് സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് മാത്രം. അറിയുന്നവർക്ക് ഇതറിയാം. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇടുക. അതിന് ശേഷം നമ്മൾ ഓക്സ് ഇൻപുട്ടിൽ നമ്മളൊരു പ്രോബിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഉള്ളിൽ കൊടുത്തതിന് ശേഷം ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ബീപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് സെക്ഷനിൽ നമുക്ക് ഈ ഒരു ലെഗിൽ സോൾഡർ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡും ഇതുപോലെ നോക്കുക. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് നമ്മളിതിൽ സോൾഡർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കോമൺ നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് സോൾഡർ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാമെന്ന് മാത്രം. അത് അറിയുന്നവർക്ക് എന്തായാലും അറിയേണ്ടതാണ്. സോൾഡർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ലെഡ് താഴെ വീണത് നോക്കണം. ഇതൊന്നും പ്രോപ്പറായിട്ടുള്ള രീതിയല്ല. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ കണ്ട് ഫോളോ ചെയ്യരുത്. നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഓക്കെ. ഇനി നമ്മൾ ഒരു സൈഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്പോൾ അതും ഓക്കെ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് അവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് സോൾഡർ ചെയ്യുന്ന സമയത്ത് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതും അവിടെ സോൾഡർ ചെയ്തു. നമ്മൾ ലെഫ്റ്റും റൈറ്റും ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്.
ഇത് നമുക്ക് ഈ പിന്ന് കണക്ട് ചെയ്യണം. ഇത് നമ്മൾ ആൻ്റനയാണ്. ഇത് നമുക്കിത് ആൻ്റന ഞാൻ എന്തായാലും പുറത്തേക്ക് എടുക്കണില്ല. നമുക്ക് സെറ്റിൻ്റെ ആൻ്റന തന്നെ നല്ല 3 GHz വരുന്ന ബാൻഡാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതെന്തായാലും പുറത്തേക്ക് ഇടണില്ല. ഇത് നമ്മളെ ലെഫ്റ്റും റൈറ്റും അതുപോലെ തന്നെ സെൻറ്റർ വരുന്നത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതും ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊന്നും പ്രോപ്പറായിട്ടുള്ള രീതിയല്ല. ഇതൊക്കെ സാധാരണ സോൾഡറിങ്ങൊക്കെ വേണം. ഞാനൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ട് പരിപാടി എന്നൊക്കെ പറയില്ലേ, ആ രീതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും കൊടുത്തു. ശരിക്ക് ഓഡിയോ സിഗ്നൽ ഇതുപോലെ നമ്മൾ ഒരിക്കലും പിന്ന് ഇതുപോലെ തിരിച്ച് കൊടുക്കുന്ന സമയത്ത് സോൾഡറിങ് നിർബന്ധമാണ്. ചില ആളുകൾ ഇവിടെ ടാപ്പ് ചെയ്തിടും. ഇതൊരിക്കലും ചെയ്തു പോകരുത്. നമ്മൾ ഹെഡ്സെറ്റ് ജോയിൻ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ USB മൊഡ്യൂൾക്കുള്ള ഇൻപുട്ട് സെക്ഷന് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് അതിൻ്റെ ഫ്രണ്ട് പാനൽ ഏത് രീതിയിലാണ് അത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ ഇത് നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇതുപോലെ ഇപ്പോൾ ഞാൻ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോൾഡറിങ് അയൺ വെക്കണോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ലെഡ് മെൽട്ടായിട്ട് അത് നല്ല രീതിയിൽ അത് അപ്ലൈ ആയിക്കോളും. ഒരു ഗ്രൗണ്ട് ജസ്റ്റ് ഇതേപോലെ ഒരു കേബിള് കൊടുക്കുക. അത് നമുക്ക് ബോഡിയിൽ നിന്ന് എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഭാഗത്ത് തന്നെ നമുക്കത് സോൾഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിടാം. എത്രത്തോളം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനലി USB മൊഡ്യൂളിൻ്റെ കംപ്ലീറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിത് ജസ്റ്റ് ഒന്നും കൂടി ഏത് രീതിയിലാണെന്നുള്ളതൊന്നും കൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ USB മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലെഫ്റ്റും റൈറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോമൺ ആണ്. ഇത് നമുക്ക് എവിടെ കൊടുക്കാമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബോഡിയുടെ എവിടെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് നോക്കിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഗ്രൗണ്ട് എവിടെ വേണമെങ്കിലും കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഗ്രൗണ്ട് തന്നെ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ മതി. അതിനിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാമല്ല. ജസ്റ്റ് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇടുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വോക്സ് ഇൻപുട്ട് സെക്ഷനിലുള്ള ഗ്രൗണ്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് ബീപ്പ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ബോഡിയിൽ കൊടുക്കുമ്പോഴും ബീപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് പാട്ടൊന്ന് വെച്ച് നോക്കാം. ഒരു സ്പീക്കർ ജസ്റ്റ് ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് ഒരെണ്ണം കൊടുക്കണുള്ളൂ, രണ്ടെണ്ണം കൊടുക്കില്ല. നമുക്ക് ഫൈനലൊക്കെ ചെയ്തതിന് ശേഷം രണ്ടെണ്ണം കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പേപ്പർ എന്തെങ്കിലും വെക്കാം. ഈ ഒരു രീതിയിലാണ് ഇത് USB പ്ലേ ചെയ്യണത്. അപ്പോൾ നമ്മളെ മുന്നത്തെയൊക്കെ സെറ്റ് ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് സാധാരണ നമ്മൾ പെൻ ഡ്രൈവ് കൊടുക്കുന്ന അതേ ഒരു രീതി തന്നെയാണ്. ഇത് ഞാനൊരു അഡാപ്റ്റർ സെറ്റ് ചെയ്തു തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മൊഡ്യൂളിൻ്റെ USB പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പവർ കൊടുക്കുമ്പോഴും നല്ല രീതിയിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കണക്ഷൻ ഒന്നും കൂടി കൺഫേം ആക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റും റൈറ്റും ആണ്. ഇത് രണ്ടും ഓക്സ് ഇൻപുട്ട് ലെഫ്റ്റും റൈറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 3 വയർ വരുന്നത് കോമൺ ഞാൻ ജസ്റ്റ് ഈ ബോർഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് രണ്ടും USB മൊഡ്യൂളിലുള്ള 5 വോൾട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെറ്റിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്യാം. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. USB മൊഡ്യൂൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ USB ആണ് നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നൊരു സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു സ്പീക്കറാണ് ഞാൻ കണക്ട് ചെയ്യുന്നത് കേട്ടോ.
സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പാടാത്തതെന്ന് തോന്നും. അപ്പോൾ നമ്മളിവിടെ ഓക്സ് സെലക്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ടൈപ്പാണ്, ഇപ്പോൾ ഓക്സ്. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ഓക്കെ ആയിട്ട് ഞാനൊരു സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നമുക്ക് സ്പീക്കർ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. റൈറ്റ് സൈഡ് ഒന്ന് നോക്കി നോക്കാം. ഒരു സ്പീക്കറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫൈനൽ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും കൊടുക്കുക. നമുക്ക് സ്പീക്കർ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ആ ഒരു വർക്കിലേക്ക് കിടക്കുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, കണക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വർക്കിങ്ങും ഓക്കെയാണ്. അപ്പോൾ അവൻ്റെ ലെഫ്റ്റ് റൈറ്റും ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 5 വോൾട്ട് എടുത്തിട്ടുള്ളത് ഈ രീതിയിലാണ്. അപ്പോൾ വർക്കിംഗ് ഓക്കെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കി നോക്കാം. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ഇനി ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുക. നമ്മളെ വർക്ക് ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്, കണക്ഷന് കാര്യങ്ങളൊക്കെ. നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു മെക്കാനിക്സിലേക്ക് വരുന്ന കണക്ഷൻ ഇവിടെ ഊരിട്ടു. നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ റിമൂവ് ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ CD ഡ്രൈവ് എന്തായാലും ഒഴിവാക്കാവും നല്ലത്. കാരണം ഇത് ഓൾറെഡി ഇത് MP3 ഒന്നും വർക്കല്ല, ഓഡിയോ CD മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ നമ്മളുടെ ഫൈനൽ വർക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇവിടെ USB മൊഡ്യൂൾ ഫിക്സ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓൾറെഡി CD ഡ്രൈവിൻ്റെ ട്രൈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രൈയുടെ ഈ 2 സൈഡും നമുക്ക് കട്ട് ചെയ്യാണ്ട്. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് ഒരു ചെറുതായിട്ടൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് ഇത് കൂടെ കട്ട് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്യണം. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇവിടെ നമുക്കത് കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലഷ് ക്വിക്കോ ഏതെങ്കിലും ഗമ്മ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഇവിടെ ഒട്ടിക്കുന്നത്. നമ്മളിത് ഗ്ലൂ ഗണ്ണ് കംപ്ലൈൻ്റ് ആയത് കാരണം ഞാൻ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ഗ്ലൂ ഗണ്ണ് ഇവിടെ മെൽറ്റ് ചെയ്തിട്ടാണ് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോൾഡറിങ് അയൺ അടിച്ചിട്ട് ഇതുപോലെ ആരും ചെയ്യരുത്. ഇത് ഞാൻ ഇതുപോലുള്ള പർപ്പസിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സോൾഡറിങ് അയണാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ 2 സൈഡിലും 2 ഓള് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ
അങ്ങനെ ഇരിക്കുന്നുണ്ട്. നേരത്തെ നമുക്കത് 2 ഹോള് കണ്ടത് കാരണം ഒരു ബോറായിരുന്നു. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് അറിയാം, ഇത് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്യേണ്ട രീതിയിലുള്ള വർക്കൊന്നല്ല. അത്യാവശ്യം ഇത് പറഞ്ഞാൽ അത് ഓൾഡ് മോഡലാണ്, അതിൻ്റെ ഫ്രണ്ട് ഭാഗവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് എത്രയും പെട്ടെന്ന് എങ്ങനെ ഇത് വർക്ക് കഴിക്കാൻ പറ്റും അത്രയും നോക്കിയതാണ്. ഇത് നമ്മൾ സാധാരണ നമ്മളിതിൻ്റെ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള സെറ്റിലൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ ഇൻപുട്ട് സെക്ഷനിലേക്കൊക്കെ നമ്മൾ ഷീൽഡ് വയറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ കണക്ടർ കൊടുക്കാതെ സോൾഡർ ചെയ്തിട്ടൊക്കെ ഇരുന്നുണ്ടായിരുന്നു. അതാണ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ട രീതി. ഇത് നല്ല രീതിയല്ല, ഞങ്ങൾ തൽക്കാലം പെട്ടെന്ന് ശരിയാക്കി എടുത്തതാണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് ടാപ്പ് ചുറ്റുക, ഈ കേബിൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒതുക്കി വെക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ CD ഡ്രൈവിൻ്റെ കേബിൾ കാര്യങ്ങളൊക്കെ ഇവിടെ പവർ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻ വരുന്നത് നമ്മൾ CD ഡ്രൈവിലേക്ക് വരുന്ന വോൾട്ട് പവർ വരുന്നതാണ്. ഇതിലും നമുക്ക് 5 വോൾട്ട് വരുന്നതാണ്. ഞാൻ ചില സെറ്റുകളിൽ നിന്നൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ എടുക്കാറുണ്ട് 5 വോൾട്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ മൊഡ്യൂളിലേക്കുള്ള കണക്ഷൻ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ റെഡ് കേബിൾ കട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി FM നമ്മൾ സെറ്റിൽ FM തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മൊഡ്യൂളിൽ FM നമ്മൾ ഉപയോഗിക്കണില്ല. അത് കാരണമാണ് ഞാൻ ആ കേബിൾ അവിടെ കൊടുത്തുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇവിടെ 2 രീതിയിൽ ഈ ലെവലിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ താൽക്കാലികമുള്ള വർക്കാട്ടോ. നമ്മൾ ഓരോ സെറ്റും ചെയ്യുന്നത് ഓരോ രീതിയിലാണ്, എല്ലാതും ഇതേപോലെ ആയിരിക്കില്ല. ഞാൻ നമ്മളുടെ ചാനലിൽ കുറേ വീഡിയോസുകളുണ്ട്. ആളുകൾ വിചാരിക്കും ഇത് എന്ത് തട്ടിക്കൂട്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഓരോ സെറ്റിനും ഓരോ രീതിയാണ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചെയ്യണോണ്ട് നമ്മൾ എക്സ്ട്രാ ഇതിൻ്റെ പിന്നെ ക്യാഷ് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് ജസ്റ്റ് ഒന്ന് ബ്ലൂടൂത്തും പെൻഡ്രൈവും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൽക്കാലം ഒക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഡോറ് അടക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് പവറൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റാൻഡ് ബൈ റിലീസായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പവർ ഓൺ ആക്കിയപ്പോൾ USB മൊഡ്യൂളിൽ വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡ് ബൈയിൽ നമുക്ക് USB മൊഡ്യൂൾ ഓഫ് ആണോ നോക്കാം. അപ്പോൾ നമ്മുടെ ജസ്റ്റ് പവർ ഓഫ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഓഫ് എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇത് ഓഫാകുന്നതോട് കൂടി അത് സ്റ്റാൻഡ് ബൈയിലേക്ക് പോകുമ്പോൾ ഇതിവിടെ ഓഫാവും. കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓഫായി ഇവിടെ സ്റ്റാൻഡ് ബൈ ഇവിടെ ടൈമിങ് കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ പവർ ഓൺ ആകുമ്പോൾ ഇത് ഓക്കെ. അപ്പോൾ നമ്മുടെ വർക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് നമ്മളുടെ സോണിയുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഈ രീതിയിലാണ് USB മൊഡ്യൂൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫൈനലായിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോഴും ഒരു സ്പീക്കറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് മതി. ലെഫ്റ്റ് റൈറ്റും വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതെന്തായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡ് ബൈയിലാണുള്ളത്. ഇവിടെ പവർ ഞാൻ ഓൺ ചെയ്തു. Play by USB drive. അതുപോലെ തന്നെ നമ്മളിത് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സോഴ്സ് നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നമ്മൾ ഏതാണ് സോഴ്സ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോഴൊക്കെ നമുക്ക് ഓക്സ് തന്നെ വരിക. സാധാരണ ചില JVC അതുപോലെ തന്നെ ചില സോണിയിലും വരാറുണ്ട്. നമ്മൾ ഓക്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ഓഫ് ചെയ്ത് ഓൺ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ FM-ലോ അല്ലെങ്കിൽ ടൈപ്പിലോ അല്ലെങ്കിൽ CD-ലോ ഒക്കെ ആയിരിക്കും. ഇത് അങ്ങനെയല്ല. അത് നമ്മൾ ഏത് സോഴ്സാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോൾ നമുക്ക് ആ സോഴ്സ് തന്നെയാണ് വരിക. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇത് കോപ്പി റൈറ്റിംഗ് വരും. വർക്കിംഗ് ഒക്കെ ഓക്കെ തന്നെയാണ്. എന്തായാലും നമുക്കിനി റേഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ FM ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞാൻ USB മൊഡ്യൂളിലല്ല ഞാൻ FM എടുക്കുന്നത്. ഞാൻ സെറ്റിൻ്റെ തന്നെ FM-ലാണ് എടുക്കുന്നത്. ഞങ്ങളിവിടെ മഞ്ചേരി FM ആണ് കിട്ടുക. ട്യൂൺ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു നോയ്സും പരപ്പരപ്പുണ്ട്. ഞാൻ ഏൻ്റെയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. മഞ്ചേരി FM ആണ്. നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ പോരായ്മകളെ കുറിച്ച് പറയാത്ത അപ്പോൾ എന്തായാലും മറ്റുള്ളവർക്കിടയിൽ നല്ല ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ എന്തായാലും അത്ര തന്നെ ഉള്ളൂ. നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഒരു സെറ്റും കൂടി ഉണ്ട്. അതിൽ നമ്മളെന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താം. തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സെറ്റുകൾ നിങ്ങൾ കൊറിയർ അയക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഫംഗ്ഷന് അതുപോലെ തന്നെ FM അതുപോലെ തന്നെ ആംപ്ലിഫയർ സെക്ഷൻ വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കൊറിയർ അയക്കുക. അല്ലെങ്കിൽ വെറുതെ റിട്ടേൺ കൊറിയർ അയക്കേണ്ടി വരും. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല ടെക്നോളജി റിലേറ്റഡ് വീഡിയോ വീണ്ടും വരാം. ബൈ.